നമസ്കാരം. ഡീപ്പ് ലേണിംഗ് പഠിക്കുന്ന പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ഫ്രെയിംവർക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കേൾക്കുന്ന പേര് PyTorch, അതുപോലെ തന്നെ TensorFlow, പിന്നീട് വന്നതാണ് Keras. ഈ ഫ്രെയിംവർക്കുകളിൽ ഏത് ഫ്രെയിംവർക്കാണ് പഠിക്കാൻ എളുപ്പം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പലരും ചോദിക്കാറുണ്ട്. അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയാം. ഇത് തീർത്തും എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. നിങ്ങൾക്ക് അതിനോട് അനുകൂലിക്കാം, പ്രതികൂലിക്കാം, പ്രതികരിക്കാം. പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ കാണേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാറ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? അടുത്തുള്ളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരാൻ നോക്കും. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറയുന്നത് വല്ല ഓൾട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങൾ അതിൽ പഠിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് വാങ്ങേണ്ട ഒരു കാർ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഓൾട്ടോ ആയിരിക്കില്ല. കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ടുള്ള, കുറച്ചുകൂടി കംഫർട്ട് തരുന്ന ഒരു വെഹിക്കിൾ ആയിരിക്കും. ഉദാഹരണത്തിന് ഹോണ്ട സിറ്റി പോലത്തെ ഒരു കാറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓൾട്ടോ ആദ്യം പഠിച്ചു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഹോണ്ട സിറ്റി ഓടിക്കില്ല എന്ന് വിചാരിക്കില്ല. നിങ്ങൾക്ക് ഹോണ്ട സിറ്റി ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിനൊരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ ഹോണ്ട സിറ്റി ഓടിക്കാൻ പഠിക്കും. ഇത് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ? ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം കാറിൻ്റെ ഡയമെൻഷൻസ് വ്യത്യാസമുണ്ട്, കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ട് വ്യത്യാസമുണ്ട്, ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ വ്യത്യാസം മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം PyTorchും TensorFlowയും ഒക്കെ തമ്മിലുള്ളൂ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് PyTorchും TensorFlowയും കാണാം. ഇത് രണ്ടുമാണ് വളരെ ഫേമസ് ആയിട്ടുള്ള നിലവിലുള്ള ഫ്രെയിംവർക്കുകൾ. TensorFlow ഡെവലപ്പ് ചെയ്തത് ഗൂഗിളാണ്. 2015 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2023 ആണ്. എന്ന് വെച്ചാൽ 10 വർഷം പോലും ആയിട്ടില്ല TensorFlow മാർക്കറ്റിൽ വന്നിട്ട്. അതിനുശേഷം വന്ന ആളാണ് PyTorch. 2017 PyTorch വരുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് ഫേസ്ബുക്ക് ആണ്. ഈ രണ്ട് ഫ്രെയിംവർക്കും ഉപയോഗിക്കുന്ന കമ്പനികളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ കമ്പനിയും ഒന്നുമില്ല, നമ്മൾ 2 കമ്പനികൾ എടുക്കുന്നുള്ളൂ. അത് തന്നെ എല്ലാ ഇൻഡസ്ട്രി വെർട്ടിക്കളൊന്നും നമ്മൾ എടുക്കുന്നില്ല. സെൽഫ് ഡ്രൈവിംഗ് കാർ നിർമ്മിക്കുന്ന കമ്പനികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കമ്പനി ടെസ്ല ആയിരിക്കും. തീർച്ചയായിട്ടും ടെസ്ല ഉപയോഗിക്കുന്നത് PyTorch ആണ്. ഇതിനെക്കുറിച്ച് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് PyTorch ടെസ്ല എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ PyTorch at Tesla ബൈ ആന്ദ്രേ കർപ്പാത്തി എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. കാരണം എങ്ങനെയാണ് ഡീപ്പ് ലേണിംഗ് സെൽഫ് ഡ്രൈവിംഗ് കാർ പോലുള്ള ഒരു ഇൻഡസ്ട്രിക്ക് ഉപകാരപ്പെടുന്നത്, എങ്ങനെയാണ് PyTorch ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. വളരെ സ്പീഡിലാണ് ഇദ്ദേഹം സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് കേൾക്കേണ്ടി വരും. അതല്ലാതെ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് വൈസ് ഇദ്ദേഹത്തിന്റെ വീഡിയോസ്, ഞാൻ ഈ വീഡിയോ മാത്രമല്ല പറയുന്നത്, ഒരുപാട് വീഡിയോസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ഇദ്ദേഹത്തിന്റെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലും അദ്ദേഹം ചെയ്ത വീഡിയോസൊക്കെ കാണാം. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഇതാരാണ് ഇത്രയൊക്കെ ഫോക്കസ് ചെയ്യാൻ? ഈ ഫീൽഡിൽ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ, പരിചയമില്ലാത്ത ആളാണെങ്കിൽ ഇദ്ദേഹം സീനിയർ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് ടെസ്ലയിൽ. ഇദ്ദേഹം ടെസ്ല ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വിഷൻ ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഡീപ്പ് ലേണിംഗ് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ്, അതുപോലെ തന്നെ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അങ്ങനെയെങ്കിൽ TensorFlow ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനി ഏതാണെന്നൊരു ചോദ്യം ഉണ്ടാവും. ഗൂഗിൾ വെമോ. ഈ കമ്പനിയെക്കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വെറുതെ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ കമ്പനിയെ കുറിച്ചിട്ട്. സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്ന മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കമ്പനി തന്നെയാണിത്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആൽഫബറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആൽഫബറ്റ് നിങ്ങൾ പലരും കേട്ടിട്ട് കാണും. സുന്ദർ പിച്ചായും ഗൂഗിളും ആൽഫബറ്റൊക്കെ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ള സംഗതികളാവുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. സോ വെമോ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വന്ന കമ്പനിയാണ്. പക്ഷേ പിന്നീട് അവർ ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തതാണ് TensorFlow. അതുകൊണ്ട് തന്നെ വെമോ എന്ന് പറയുന്ന ഒരു കമ്പനി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് TensorFlowനെയാണ്. നമുക്ക് കുറച്ചും കൂടി ഡാറ്റയിലേക്ക് പോവാം. ആദ്യത്തെ ഗ്രാഫിൽ ഞാൻ കാണിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് പേപ്പേഴ്സ് ആണ്. TensorFlow വേഴ്സസ് PyTorch 2021 വരെയുള്ള ഡാറ്റയാണ്. 2017 ആക്ച്വലി PyTorch സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ PyTorchന്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ കാണാം. TensorFlowന്റെ നല്ലൊരു ശതമാനം PyTorch കയ്യേറിയിരുന്നു. പക്ഷേ TensorFlowയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കേണ്ടതുണ്ട്. ഒന്ന് TensorFlow 2 മുന്നേ, ഒന്ന് TensorFlow 2 ശേഷം.
കാരണം ടെൻസർഫ്ലോ 2ന് ശേഷം ഒരുപാട് വ്യത്യാസമാണ് ഫ്രെയിംവർക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കെറാസ് API ടെൻസർഫ്ലോ ടുഗദർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2023 അല്ലെങ്കിൽ 25 ഒക്കെ ആകുമ്പോഴേക്കും ടെൻസർഫ്ലോ യൂസേഴ്സ് ബേസും നല്ല രീതിയിൽ കൂടാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിന് സമാനമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് താഴെയുള്ളത്. അത് പെർസെൻറ്റേജ് ഓഫ് റെപ്പോസിറ്ററീസ് ആണ്. നിങ്ങൾക്ക് കാണാം കൃത്യമായ രീതിയിൽ PyTorch മുന്നേറുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ടെൻസർഫ്ലോ അവരുടെ ഡെവലപ്മെന്റ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ ടെൻസർഫ്ലോയും PyTorchും ഘടാഘടിയന്മാരാണ്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണ് രണ്ട് ഫ്രെയിംവർക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇത് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. 2018 2019 ആയിരിക്കും എങ്ങനെയാണ് PyTorch ടു ടെൻസർഫ്ലോ, അതുപോലെ തന്നെ ടെൻസർഫ്ലോയിൽ എത്ര ശതമാനം PyTorchലേക്ക് വന്നു എന്നുള്ളതിന്റെ നമ്പേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡോമിനേഷൻ കാണാം PyTorchന്റെ. ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് ജോബ് പോസ്റ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടെൻസർഫ്ലോന്റെ ജോബ് പോസ്റ്റിംഗ് ആണ് വളരെ കൂടുതൽ. സോ പെർസെൻറ്റേജിൽ നമ്മൾ PyTorch പറയുമ്പോഴും നമ്പേഴ്സിൽ പറയുമ്പോൾ ടെൻസർഫ്ലോ ഇപ്പോഴും ഒരുപാട് മുന്നിലാണ്. ഗൂഗിൾ AI നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അവരുപയോഗിക്കുന്ന ടെൻസർഫ്ലോ ആണ്. തീർച്ചയായിട്ടും ടെൻസർഫ്ലോ ഡെവലപ്പ് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പനികളും ടെൻസർഫ്ലോ തന്നെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡീപ് മൈൻഡ് എന്ന് പറയുന്ന ഒരു AI റിസോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരും യൂസ് ചെയ്യുന്നത് ടെൻസർഫ്ലോ ആണ്. പക്ഷേ ചെറിയ മാറ്റങ്ങളൊക്കെ പിന്നീട് വരുത്തിയിട്ടുണ്ട്. ഓപ്പൺ AI ChatGPT ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു AI ആപ്ലിക്കേഷൻ ആണ്. അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് PyTorch ആണ്. പക്ഷെ അവരുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനൊക്കെ അവർ ടെൻസർഫ്ലോ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട AI റിസോഴ്സ് വിഭാഗങ്ങളും ഏത് ഫ്രെയിംവർക്കാണ് ഉപയോഗിക്കുന്നത്, എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് അവരുടെ റിസർച്ചിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫ്രെയിംവർക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. പൊതുവേ നിങ്ങൾ ഈ 3 ഫ്രെയിംവർക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ സോഴ്സസ് വഴി ഈ രീതിയിലുള്ള ഇൻഫോർമേഷനാണ് ലഭിക്കുക. ഇതിൽ തീർത്തും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ 2025 നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ 3 ഫ്രെയിംവർക്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി കൊള്ളണമെന്നില്ല. മാത്രമല്ല നിലവിൽ ഇപ്പോൾ 2023 തന്നെ ഇതിലെ പല കാര്യങ്ങളും വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃത്യമായി ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. PyTorch നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫേസ്ബുക്കാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അതിൻ്റെ ഡൈനാമിക് കമ്പ്യൂട്ടേഷണൽ ഗ്രാഫാണ്. എന്താണ് കമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഡൈനാമിക് കമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് PyTorchനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാം. പക്ഷേ ടെൻസർഫ്ലോ ആയിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ടെൻസർഫ്ലോന് പൊതുവെ പറയുന്നത് സ്റ്റാറ്റിക് കമ്പ്യൂട്ടേഷണൽ ഗ്രാഫാണ്. പക്ഷേ ഇത് പഴയ ടെൻസർഫ്ലോന്റെ ഒരു വിഷയമായിരുന്നു. ലേറ്റസ്റ്റ് ടെൻസർഫ്ലോ വെർഷൻ എസ്പെഷ്യലി വിത്ത് കേറാസ് വളരെയധികം ഇംപ്രൂവ്മെന്റ് ഈ ഒരു കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ പറയുന്നത് പൈത്തൺ പഠിച്ചു വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് PyTorch ആണ്. അതൊരു പരിധിവരെ ശരിയുമാണ്. കാരണം പൈത്തൺ എങ്ങനെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ PyTorch എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ടെൻസർഫ്ലോ അങ്ങനെ പറ്റിയിരുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ടെൻസർഫ്ലോന്റെ 2 ഘട്ടങ്ങളുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ പൈത്തൺ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ടെൻസർഫ്ലോ വിത്ത് കെറാസ് നമുക്ക് ഇന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. PyTorch പൊതുവെ റിസർച്ചിനും എക്സ്പെരിമെന്റേഷനും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഗ്രാഫ് ശ്രദ്ധിച്ചപ്പോൾ കാണും അക്കാഡമിക് ലെവലിലൊക്കെ PyTorch വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ്. പിന്നെ ഹാർഡ്വെയർ സപ്പോർട്ടൊക്കെ വളരെയധികം ഉള്ളൊരു ഫ്രെയിംവർക്കാണ് PyTorch. ടെൻസർഫ്ലോ ഞാൻ പറഞ്ഞു നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ടെൻസർഫ്ലോ ആണ്. കാരണം ടെൻസർഫ്ലോ ആണ് ആദ്യം തുടങ്ങിയത്. PyTorch 2017 വന്നത്. 2015 തൊട്ടിട്ട് ഈ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത് ടെൻസർഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെഗസി അതിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ടും കമ്പയർ ചെയ്തത് PyTorchും ടെൻസർഫ്ലോയാണ്. കേറാസിനെ കുറിച്ച് അധികം സംസാരിച്ചിരുന്നില്ല. പക്ഷെ കേറാസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ഗൂഗിളിൽ നിന്ന് വന്നൊരു സയന്റിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടെൻസർഫ്ലോ ആയിട്ട് അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ടെൻസർഫ്ലോ തന്നെ ഒരു ഹൈ ലെവൽ API ആയിട്ട് കേറാസിനെ കാണാം. എന്ന് വെച്ചാൽ കേറാസും ടെൻസർഫ്ലോയും ടുഗദർ ഗോയിങ് ടു ഗിവ് യു എ ഗ്രേറ്റ് ഫ്രെയിംവർക്ക്. ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയും PyTorch ആണ് പഠിക്കാൻ എളുപ്പം എന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേറാസ് ടെൻസർഫ്ലോ APIs ഏറ്റവും ചുരുങ്ങിയ ലൈൻസിൽ നിങ്ങൾക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഒരു കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വലിയ കോംപ്ലക്സിറ്റി ഒന്നും പൈത്തൺ പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്രെയിംവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് തന്നെയുള്ളൂ. അങ്ങനെ ഒരുപാട് സങ്കീർണതകളൊന്നുമില്ല. അപ്പോൾ കേറാസ് എന്ന് പറയുന്നത് ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ടെൻസർഫ്ലോ ആണ്. അതിൻ്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ടെൻസർഫ്ലോനുണ്ട്. പഠിക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ. അവിടെയുള്ള ഓരോ ആപ്ലിക്കേഷനിലും ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ
ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ, ഏത് ഏരിയ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇവരൊക്കെ ഏത് ഫ്രെയിംവർക്കാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഈ ഫ്രെയിംവർക്കുകൾ അവർ ഉപയോഗിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഞാൻ ഈ വീഡിയോയിലൂടെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രെയിംവർക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മളെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 3 ഫ്രെയിംവർക്കിനെയും കുറിച്ച് പരിചയപ്പെടുക എന്നുള്ളത് ഡീപ്പ് ലേണിംഗ് പഠിക്കാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്രോഗ്രാമിംഗ് ലെക്ചേഴ്സിൽ ഞാൻ ടെൻസർഫ്ലോ കെറാസ് ടുഗദർ ഫ്രെയിംവർക്കിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അടുത്തത് അതാണ് വരാൻ പോകുന്നത്. അതിനുശേഷം PyTorchും പരിചയപ്പെടുത്തുന്നതായിരിക്കും. So thank you for watching. Enjoy deep learning.